നല്ല നല്ല ഗുഡ് വില്ലുള്ള നല്ല പേര് കേട്ട നല്ലൊരു കർഷകൻ. ഒരു ദിവസം 5000 രൂപ കിട്ടും തനിക്ക് വരുമാനം. ഇങ്ങനെ ആരോട് ചോദിച്ചാലും ആൾ നല്ല വിശ്വസ്തനാണ്, ആളുടെ കയ്യിൽ നിന്ന് പാല് മേടിച്ചാൽ നല്ല പാല് കിട്ടും എന്നൊക്കെയാണ് എല്ലാവരുടെയും സംസാരവും എല്ലാവരെയും പറച്ചിലും. ഒരു ദിവസം തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി, ഞാൻ ഇത്രയും കഷ്ടപ്പെടുകയല്ലേ, ഇച്ചിരി വെള്ളം ചേർത്താൽ കുഴപ്പമുണ്ടോ? അങ്ങനെ അത് പകുതി പാലും പകുതി വെള്ളമാക്കി അന്നത്തെ ദിവസം താൻ നടന്നത് വിറ്റപ്പോൾ ഒരു ദിവസം 5000 രൂപ കിട്ടുന്ന ആളിന് അന്നത്തെ ദിവസം എത്ര കിട്ടി? 10000 രൂപ, ഇരട്ടി പൈസ കിട്ടി. താൻ തിരിച്ച് പാലെല്ലാം വിറ്റേച്ച് വന്നപ്പോൾ എല്ലാ ദിവസവും 5000 രൂപയ്ക്ക് നടക്കുന്നതല്ല, 10000 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ഇരട്ടി നടക്കണം. അങ്ങനെ നടന്ന് തിരിച്ചു വന്നപ്പോൾ താൻ ക്ഷീണിതനായി ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. വളരെ ക്ഷീണിതനായിരുന്നുകൊണ്ട് ഉറക്കത്തിൽ താൻ ഒന്നും അറിഞ്ഞില്ല. തൻ്റെ കയ്യിലിരുന്ന പണത്തിൻ്റെ സഞ്ചി ആ മരത്തിൽ ഉണ്ടായിരുന്ന ഒരു കുരങ്ങ് എടുത്തുകൊണ്ട് പോയി. താൻ ഉണർന്നപ്പോൾ തനിക്ക് സഞ്ചി കാണാനില്ല. പെട്ടെന്ന് താൻ ആകുലപ്പെട്ടു. താൻ ചിന്തിക്കാൻ ഇനി ഈ സഞ്ചി എങ്ങനെ എടുക്കണം. അങ്ങനെ അങ്ങോട്ട് കല്ലൊക്കെ എറിഞ്ഞു നോക്കി. കല്ലെറിയുമ്പോൾ ഈ കുരങ്ങ് എന്താ ചെയ്തതെന്ന് അറിയാമോ? താൻ ഇരുന്ന് ഉറങ്ങിയ ആ വൃക്ഷത്തിന് അടുത്തൊരു ആറുണ്ടായിരുന്നു. ഈ കുരങ്ങ് ചെയ്യുന്നത്, ഒരു നാണയം ഈ മനുഷ്യൻ ഇട്ട് കൊടുക്കുമ്പോൾ അടുത്ത നാണയം ആറിലേക്ക് എറിയും. ഒന്ന് ഇങ്ങോട്ട് എറിയും, ഒന്ന് ആറിലേക്ക് എറിയും. എല്ലാം തീർന്നു. അവസാനം വന്നപ്പോൾ ഈ മനുഷ്യൻ പൈസ എല്ലാം കണക്കൂട്ടി നോക്കിയപ്പോൾ 5000 രൂപ മാത്രമേ ഉള്ളൂ. അന്നേരം അതിനെ താഴെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പാലിൻ്റെ പൈസ എനിക്ക് കിട്ടി, വെള്ളത്തിൻ്റെ പൈസ വെള്ളത്തിൽ പോയി. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം അതിൻ്റെ 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അനീതിയോട് പണം അധ്വാനിക്കുന്നവൻ, സമ്പത്തുണ്ടാക്കുന്നവൻ തിത്തിരി പക്ഷി മുട്ടയിടുന്ന പോലെയാണ്. മധ്യവയസ്സിൽ അത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതിൽ വിശ്വസ്തരായിരിക്കുക. അത് അല്പമെന്ന് തോന്നിയാൽ പോലും അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. എത്ര പേര് ആമേൻ പറയും?